ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ ലിങ്കിനെ കുറിച്ചാണ്. ഓക്കെ, ഹൈപ്പർ ലിങ്കിങ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ചാണ്. ഹൈപ്പർ ലിങ്ക് എന്താണ് എന്നുള്ള കേസ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. H1 ടാഗിനെ കുറിച്ചും അല്ലെങ്കിൽ ഹെഡിങ് ടാഗിനെ കുറിച്ചോ അല്ലെങ്കിൽ പാരഗ്രാഫ് ടാഗിനെ കുറിച്ചുമാണ്. നമുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അതിനുവേണ്ടി ഞാനൊരു H1 ടാഗ് എഴുതുവാണ്. H1 ടാഗ് എഴുതി. ഹെഡിങ് 1 ഒരു പാരഗ്രാഫ് ടാഗ് എഴുതുവാണ്. പാരഗ്രാഫ് ടാഗ് എഴുതി. ഓക്കെ, അതിനുശേഷം ഈ ലോറോ വെബ്സം കണ്ടന്റ് കോപ്പി ചെയ്തു. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. ശേഷം എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് ആങ്കർ ടാഗിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ആങ്കർ ടാഗ് എഴുതാൻ നോക്കാം. അത് എ ടാഗ് എഴുതുക, ഓപ്പൺ ക്ലോസ്. അതിനുശേഷം ഇതിനകത്ത് ഞാൻ എഴുതുവാണ് ജസ്റ്റ് ഗൂഗിൾ. ഇത് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഗൂഗിളിന് ഇത് വേറെ വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ആങ്കർ ടാഗിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട് ഇട്ടെങ്കിലേ ആങ്കർ ടാഗ് ഹൈപ്പർ ലിങ്ക് എന്ന രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ആട്രിബ്യൂട്ട്സിൻ്റെ പേരാണ് HRF. ആട്രിബ്യൂട്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രോപ്പർട്ടി എഴുതണം, അതിനുശേഷം വാല്യൂ എഴുതണം. ഓക്കെ, ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് HRF എന്നാണ് പ്രോപ്പർട്ടി. ഈക്വൽ ഡബിൾ കോട്ട്സിനകത്ത് എഴുതുവാണ് വാല്യൂ. എന്താണ് വാല്യൂ? ഈ ഗൂഗിളിൽ അത് ആ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ വെബ്സൈറ്റിലോട്ട് പോകണം. അതിനുവേണ്ടി ഗൂഗിളിൻ്റെ URL അവിടെ എഴുതി കൊടുക്കണം. എന്താണ് URL? ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോവുകയാണെങ്കിൽ ഈ അഡ്രസ്സിലെ ഇതിനെയാണ് google.com, ഇതാണ് ഇതിൻ്റെ URL. ഇത് കോപ്പി ചെയ്യാം. ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. കണ്ടോ? ഇനി ഇതിൽ സേവ് റൺ ചെയ്യുമ്പോൾ കണ്ടോ ഇതൊരു ബ്ലൂ കളറിൽ മാറി. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഗൂഗിളിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിലാണെങ്കിൽ ഒരു പേജിൽ നിന്ന് വേറെ പേജിലോട്ട് പോകും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിമെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിമെയിലിൽ പോകും. ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജിലോട്ട് പോകും. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഈ ഹൈപ്പർ ലിങ്ക് വഴിയാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഹൈപ്പർ ലിങ്കിന് തന്നെ വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിന് ടാർഗറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇത് ഫേസ്ബുക്ക് എന്നാക്കാം. ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഫേസ്ബുക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലോട്ട് പോകും. ട്വിറ്റർ ആക്കാം, യൂട്യൂബ് ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. വേറെ ആട്രിബ്യൂട്ട് ഉണ്ട്, അതിൻ്റെ പേരാണ് ടാർഗറ്റ്. അതിനുവേണ്ടി ടാർഗറ്റ് എന്ന് എഴുതുക ഈക്വൽ ഡബിൾ കോട്ട്സിനകത്ത് അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് എഴുതുക. അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സേവ് ചെയ്യുക. അതിനുശേഷം പേജ് റീഫ്രഷ് ചെയ്യുക. ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, നേരത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു ടാബ് ഓപ്പൺ ആയിട്ടായിരിക്കും ഗൂഗിൾ വരിക. ഓക്കെ, മനസ്സിലായോ? അതായത് ടാർഗറ്റ് ആട്രിബ്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെയിം പേജിൽ തന്നെ ലോഡാകും. ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് ഉണ്ടെങ്കിൽ ഇത് വേറെ ടാബ് ഓപ്പൺ ആയിട്ട് ഗൂഗിൾ വരും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ അൺനോൺ ഇതിനൊരു ആങ്കർ ടാഗ് കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതിനകത്ത് നമുക്ക് ആങ്കർ ടാഗ് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് താഴെ തന്നെ എഴുതണമെന്നില്ല. ഇതിനകത്ത് ഞാൻ എഴുതാണ് ഒരു ആങ്കർ ടാഗ് എടുത്തു. ഓക്കെ, അൺനോണിൻ്റെ അകത്ത് ഞാൻ എഴുതുകയാണ് HRF ഈക്വൽ, ഞാൻ പറയുവാണ് ഇതിൻ്റെ പേര് www.http://apple.com. ഓക്കെ, ഞാൻ റെഫ്രഷ് ചെയ്തു. കേട്ടോ, പണ്ണോൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു ആങ്കർ ടെക്സ്റ്റ് വന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ apple.com-ലോട്ട് സാധനം റീഡയറക്റ്റ് ആയി. ഓക്കെ, ഇനി നമുക്കത് കൂടാതെ കുറച്ച് ടാഗുകളിലൂടെ ഉണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിനെ ഒന്ന് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഈ ഡെമ്മി ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഡെമ്മി മുതൽ ഇവിടം വരെയുള്ള ഈ ടെക്സ്റ്റിനെ എനിക്ക് ബോൾഡ് ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ബി എന്ന് പറയുന്നത് ബോൾഡ്. ഞാൻ ബി ആക്കി സേവ് ചെയ്തു, റൺ ചെയ്തു. കേട്ടോ, ഇത്രയും പോർഷൻ ബി ആയത് കണ്ടോ. ഓക്കെ, ഇനി ബി പോലെ തന്നെയാണ് സ്ട്രോങ് ടാഗ്. സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. ഇപ്പം എനിക്ക് ഈ ലുക്ക് എ ഗാലറി എന്നുള്ളത് കുറച്ച് സ്ട്രോങ് ആക്കണം. അതിനുവേണ്ടി സ്ട്രോങ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. അതേപോലെ തന്നെ അതിനെ ക്ലോസ് ചെയ്യാം. സ്ട്രോങ് ആയി. രണ്ടും സെയിം പർപ്പസ് തന്നെയാണ്. ഇനിയുള്ളത് എന്താ പറയണ്ടേ, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടാഗ് ഉണ്ട്, EM എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം എനിക്ക് സ്റ്റാൻഡേർഡ് ഡമ്മി എന്നുള്ളതിനെ എംഫസൈസ് ചെയ്യണം. അതിനുവേണ്ടി EM
ഓക്കെ, EM ടാഗ് കേട്ടോ, കണ്ടോ, ഇതിനെ എംഫസൈസ് ചെയ്തു. ഓക്കെ, ഇനി ഇതേപോലെ ഇനി സ്മോൾ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. സ്മോൾ ആക്കണം. അപ്പോൾ ഈ ലോവർ ഓപ്ഷത്തിന് എനിക്ക് സ്മോൾ ആക്കണം. അതിനുവേണ്ടി ഇതേ ഇവിടെ വേണം എനിക്ക് എഴുതാം സ്മോൾ. ഓക്കെ, സ്മോൾ ടാഗ് കണ്ടോ, ഇത് ചെറുതായത് കണ്ടോ. ഓക്കെ, ഇത് പാരഗ്രാഫിനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.